രാസക്രീഡ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് മക്കൾക്ക് രാസേശ്വരന്റെ, അതായത് കൃഷ്ണന്റെ രാസക്രീഡയെ പറ്റി പറഞ്ഞു തരാം. രാധയ്ക്ക് കൊടുത്ത പരീക്ഷണമെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ സ്വന്തം രൂപം കാട്ടിക്കൊടുത്തുവല്ലോ. പിന്നീട് ഒരു ദിവസം വൃന്ദാരണ്യത്തിൽ മധുമാസം എന്ന് പറഞ്ഞാൽ വൈശാഖമാസമാണ്. കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മധുമാസം. കൃഷ്ണന്റെയും രാധയുടെയും ലോകമായ ഗോലോകം എങ്ങനെയുണ്ടോ അതേപോലെയാണ് വൃന്ദാവനം എന്ന് പറയപ്പെടുന്നു. വൃന്ദാവന ഭൂമിയിൽ മാധവീലത അങ്ങനെ നീളത്തിൽ പടർന്നു കിടക്കുകയാണ്. അവിടെ വൃന്ദച്ചെടികൾ ധാരാളമുണ്ട്. പലതരം ചെടികളും പൂക്കളും കൊണ്ട് അതിമനോഹരമായിരിക്കുന്നു. നീർച്ചാലുകളും ഗുഹകളും. ഇതിന്റെയെല്ലാം നടുവിലായി ഗോവർദ്ധന പർവ്വതം. നോക്കൂ മക്കളെ, എന്തൊരു ഭംഗിയാണെന്ന്. പച്ചപ്പടർപ്പുകളും അതിനിടയിൽ ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്, നീല, ഇങ്ങനെ തുടങ്ങി പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ. ശരിയല്ലേ മുത്തശ്ശി പറഞ്ഞത്? ഗോവർദ്ധനം കാണാൻ നല്ല ഭംഗിയില്ലേ? അവിടെ മധുരഗാനം പാടുന്ന കുയിലുകളുണ്ട്, കുളക്കോഴിയുണ്ട്, പ്രാവുണ്ട്, ഇങ്ങനെ പലതരം പക്ഷികളുണ്ട്. രാധാകൃഷ്ണന്മാരുടെ ഗാനങ്ങൾ പാടി പൂവുകൾ തോറും തേൻ കുടിച്ചു നടക്കുന്ന വണ്ടുകളെ കാണാം. പിന്നെ ഗോവർദ്ധനത്തെയും അവിടെ താമസിക്കുന്ന ജനങ്ങളെ കാക്കുന്ന ദ്വാരപാലകരുണ്ട്. പൂമാല കോർക്കുന്ന സുന്ദരിമാർ ഒരു ഭാഗത്ത്, കുടയും ചാമരങ്ങളും പിടിച്ചുകൊണ്ടുള്ളവർ ഒരു ഭാഗത്ത്. ഗോവർദ്ധനത്തിന്റെ അരികിലൂടെ താമരത്തണ്ടും വഹിച്ചുകൊണ്ട് അതിസന്തോഷവതിയായി ഒഴുകുകയാണ് കാളിന്തി. കൂടെ ഗംഗയും ഉണ്ട്. സർവാലങ്കാര ഭൂഷിതകളായി രമയും മാധവിയും വിരജയും കൃഷ്ണഭൂമിയിൽ എത്തിയിരിക്കുന്നു. കൃഷ്ണസഖിമാരെല്ലാം ഗോലോകത്തിൽ നിന്ന് വന്നവരാണ് കേട്ടോ. പിന്നെ ലളിത, വിശാഖ തുടങ്ങിയ രാധയുടെ സഖിമാരുടെ ഒരു വലിയ കൂട്ടം തന്നെ രാസഭൂമിയിലെത്തി. ഈ സഖിമാരെല്ലാം രാധയുടെ കൂടെ നിൽക്കുകയാണ്. കൂടെ ഒരാളും കൂടിയുണ്ട്. ആരാണെന്നറിയണ്ടേ? മഞ്ഞപ്പട്ടുടുത്ത്, തലയിൽ പീലി ചൂടി, അരയിൽ ഗോക്കളെ വയ്ക്കുന്ന കോൽ തിരുകി, കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഒരാൾ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ആരാണെന്നുള്ളത്? നമ്മുടെ കണ്ണൻ, അതായത് കൃഷ്ണൻ. സഖിമാർക്കെല്ലാം വലിയ സന്തോഷമായി. അങ്ങനെ രാധയെയും സഖിമാരെയും കൂട്ടി യമുനയുടെ തീരത്തേക്ക് പോയി. കൃഷ്ണൻ അവിടെ ഇരുന്ന് ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി. രാധയും സഖിമാരും നൃത്തമാടി. സഖിമാരുടെ ആഗ്രഹം കൃഷ്ണനും അവരുടെ കൂടെ നൃത്തമാടണമെന്നാണ്. കൃഷ്ണൻ ഭഗവാനായതുകൊണ്ട് ആരെന്തു വിചാരിച്ചാലും അത് കൃഷ്ണന് മനസ്സിലാകും. പിന്നീട് കൃഷ്ണനും അവരുടെ കൂടെ നൃത്തമാടാൻ തുടങ്ങി. സഖിമാരായ ഗോപിമാർക്കെല്ലാം വളരെ സന്തോഷമായി. വൃന്ദാവനം മുഴുവനും ഓടി നടന്നും വനത്തിന്റെ കാഴ്ചകൾ കണ്ടാസ്വദിച്ചും യമുനയിൽ ഇറങ്ങി ജലക്രീഡ ചെയ്ത് പിന്നെ വനത്തിൽ രാധയുടെ കൂടെ പൂക്കൾ പറിച്ച് കുഴൽ വിളിച്ച് നൃത്തമാടി സഖിമാരെയെല്ലാം സന്തോഷിപ്പിച്ച് അവരുടെ നടുവിൽ ഒരു കാമദേവനെ പോലെ അതിസുന്ദരനായ കൃഷ്ണൻ നിൽക്കുകയാണ്. ആകാശത്തിൽ ദേവന്മാരും യക്ഷകിന്നരന്മാരും കൃഷ്ണന്റെ രാസക്രീഡ കണ്ട് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. ഗന്ധർവന്മാരും ദേവവിദ്യാധരന്മാരും എല്ലാവരും രാസക്രീഡ കണ്ട സന്തോഷത്തിൽ പുഷ്പവൃഷ്ടി ചുരിഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇതാണ് രാസക്രീഡ. ഇഷ്ടമായോ മക്കളെ? സർവം കഥ. കുഞ്ഞു